റോഡിന് വീതിയില്ല എന്ന കാരണത്താൽ ഒരു നാട്ടിലെ രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യം നിഷേധിക്കുകയാണ് നമ്പർ 1 കേരളത്തിൽ. ലോകോത്തര തുറമുഖം വന്നതിൽ സർക്കാർ അഭിമാനം കൊള്ളുന്ന വിഴിഞ്ഞത്താണ് കെട്ടിട നമ്പർ അടക്കമുള്ള അനുമതികൾ ഇല്ലാത്തതിന്റെ പേരിൽ ആശുപത്രി തുറക്കാത്തത്. നിർമ്മാണമെല്ലാം പൂർത്തിയാക്കി 3 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം അനാഥമായി കിടക്കുകയാണ്. വരൂ വരൂ, നിങ്ങളെയാണ് ഞാൻ കാത്തിരുന്നത്. ഈ ആശുപത്രിയുടെ ദുരിതമൊന്ന് പുറത്തറിയിക്കണം. എങ്ങനെയുണ്ട് ആശുപത്രി? 4 നിലയിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പരിശോധനാ മുറികളും വാർഡുകളും മരുന്ന് സൂക്ഷിക്കാനുള്ള മുറിയും ലിഫ്റ്റും മറ്റാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ, നാട്ടുകാർക്ക് ഗുണമില്ല. ബാക്കി ഈ നാട്ടുകാർ പറയും. കാലാകാലം ഈ കിടക്കുകയാണ്. കൊറോണയ്ക്ക് മുമ്പേ പണിതിട്ടൊക്കെയാണ്. TNT വരാറുണ്ട്, ഓർത്തോ വരാറുണ്ട്, ചിൽഡ്രൻസിൻ്റെ ചികിത്സ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പിന്നെ ജനറൽ ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജൊക്കെ ഓടണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു, നിങ്ങൾ ഇനി നേരിട്ട് കാണും. ഏതായാലും നല്ല നിലയിൽ തന്നെ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ലിഫ്റ്റും വിശാലമായ മുറികളും സീലിംഗ് വർക്കും ഫാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിട നമ്പർ കിട്ടാത്തതിനാൽ വൈദ്യുതിയില്ല. ബഹുനില കെട്ടിടമായതിനാൽ നമ്പർ കിട്ടുന്നതിന് ഫയർഫോഴ്സ് വിഭാഗത്തിൻ്റെ സുരക്ഷാ അനുമതി വേണം. സുരക്ഷാ അനുമതിക്ക് ഈ കെട്ടിടത്തിലേക്ക് സുഗമമായ ഗതാഗത സൗകര്യം വേണം. ഇതിനായി അധിക സ്ഥലമേറ്റെടുത്ത് ഇവിടേക്കുള്ള റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കണം. ആനയെ വാങ്ങി തോട്ടിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. പ്രതിദിനം 700-ലേറെ പേർ എത്തുന്ന OP വിഭാഗവും കിടത്തി ചികിത്സയും ഈ പരിമിതമായ സൗകര്യങ്ങളിലാണ്. ലോകമുറ്റുനോക്കുന്ന വിഴിഞ്ഞത്താണേ ഈ നമ്പർ 1 ആശുപത്രി. നിയമത്തിൻ്റെ നൂലാമാലകളുടെ പേരിൽ ഈ ആശുപത്രി കെട്ടിടം ഇപ്പോഴും ഇങ്ങനെ തുറക്കാതെ അടഞ്ഞു കിടക്കുമ്പോൾ കഷ്ടത്തിലാകുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളാണ്. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.